LDF-ൽ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് CPI. ന്യായമായും CPIക്ക് അതിന് അർഹതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. കാരണം തോൽവിയുടെ കാര്യത്തിൽ CPM-നേക്കാൾ സ്ട്രൈക്ക് റേറ്റ് കുറവുള്ള ഒരു പാർട്ടിയാണ് CPI എന്ന് മാത്രമല്ല, കെ രാജൻ, GR അനിൽ തുടങ്ങി കഴിവും ശേഷിയുമുള്ള CPI നേതാക്കൾ തോൽക്കാതെ നിയമസഭയിൽ ഉണ്ട് താനും. അപ്പോൾ അതിനവർക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്നൊന്ന് ആദ്യം സംസാരിക്കാം. അജിംസ് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ GR അനിലിനെയും കെ രാജനെയും പോലെയുള്ള ശേഷിയുള്ള ആളുകൾ നിയമസഭയിലുണ്ട്. അപ്പോൾ ഒരു പ്രതിപക്ഷ ഉപനേതാവിന്റെ സ്ഥാനം കിട്ടിയാൽ പൊളിക്കില്ലേ? കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പ്രതിപക്ഷ ഉപനേതാവ് ഉണ്ടായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ. VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നു, ഉപനേതാവ് കോടിയേരിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുന്തമുന ഉയർത്തുന്നത്, ആക്രമണത്തിൻ്റെ കുന്തമുന ഉയർത്തുന്നത് കോടിയേരി തന്നെയായിരുന്നു. VS നിർണായക സന്ദർഭങ്ങളിലാണ് എഴുന്നേറ്റ് പ്രസംഗിക്കുക. അപ്പോൾ ഉപനേതാവ് എന്നുള്ളതൊരു അപരിചിതമായ പദമോ അല്ലെങ്കിൽ ഒരു പാരമ്പര്യമില്ലാത്ത സാധനമല്ല LDF-ൽ. ഇക്കുറി പക്ഷേ അത് CPI ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ 35 സീറ്റുമായി വരുന്ന പിണറായി വിജയൻ ദുർബലനായ പ്രതിപക്ഷ നേതാവായിരിക്കും എന്ന് പറയുകയാണ് പ്രകാശ് ബാബു ചെയ്യുന്നത്. അതായത് പിണറായി വിജയൻ എഴുന്നേറ്റുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടത്ര അംഗസംഖ്യയില്ല എന്ന് മാത്രവുമല്ല, ഈ മുന്നണിയുടെ തോൽവിക്ക് കാരണക്കാരൻ പിണറായി വിജയനാണ് എന്ന നരേറ്റീവ് UDF ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മൊത്തം ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും കൗണ്ടിങ്ങിന് ശേഷവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന അസംബ്ലിയിൽ ട്രഷറി ബെഞ്ചിൽ യുവാക്കളുടെ ഒരു വലിയ നിരയുണ്ട്. അതായത് LDF-നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വലിയ നിര UDF-ന്റെ ഭാഗത്തുണ്ട്. ആ അറ്റാക്ക് ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പിണറായി വിജയനായിരിക്കും. അത് ഒറ്റയ്ക്ക് ഏറ്റുവാങ്ങാൻ പിണറായി വിജയന് തൽക്കാലം ശേഷിയില്ല. ആ LDF-നെതിരെ വരുന്ന ആരോപണ ശരങ്ങൾ നേരിടാൻ ഞങ്ങൾ കൂടി വേണം. അതായത് നിങ്ങൾ ഇപ്പോൾ അതിന് യോഗ്യനല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് നയിക്കാൻ, പ്രതിപക്ഷത്തെ നയിക്കാൻ യോഗ്യനല്ല, ഞങ്ങൾ കൂടി വേണം എന്നുള്ളൊരു ക്ലെയിം വയ്ക്കുകയാണ് CPI അവിടെ ചെയ്യുന്നത്. അതല്ലാതെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടിയതുകൊണ്ട് എന്തിനും പ്രത്യേകിച്ച് ഗുണമുണ്ടായിട്ടല്ല. നിങ്ങളാണ് തോൽവിക്ക് കാരണക്കാരൻ, നിങ്ങൾ ഒറ്റയ്ക്ക് ഈ ആക്രമണം നേരിടാൻ പറ്റില്ല, ഞങ്ങൾ കൂടി ഉണ്ടായാൽ LDF-ന് നിലനിൽക്കാൻ കഴിയുമെന്നുള്ളൊരു മെസ്സേജാണ് പ്രകാശ് ബാബു കൊടുക്കുന്നത്. യെസ്, നിഷാദ്, ഈ വരുന്ന പ്രതിപക്ഷത്ത് കുറെ കൂടി ശക്തരായിരിക്കുമോ CPI? അല്ല, CPI ശക്തരായിരിക്കും ചോദിച്ചാൽ അങ്ങനെ CPIക്ക് മാത്രമായി ശക്തി, CPM-ന് ശക്തി കുറവ് എന്നൊന്നില്ലല്ലോ. നിയമസഭയ്ക്കകത്ത് പ്രത്യേകിച്ച് ഒരു ബ്ലോക്ക് എന്ന നിലയ്ക്ക് അവർ പ്രതിപക്ഷ ബെഞ്ചായിരിക്കും അവിടെ. പക്ഷേ അങ്ങനെ CPI CPM എന്നുള്ള നിലയ്ക്കല്ല കാണുന്നത്. പക്ഷേ അതിൽ നേതാക്കൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നേരത്തെ UDF-ന്റെ പ്രതിപക്ഷ ചേരിയിൽ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന യുവ നേതാക്കളുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതുപോലെ പെർഫോം ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഉണ്ടാവണം എന്ന് CPI ആഗ്രഹിക്കുകയാണ്. നേരത്തെ അജിംസ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പോൾ പിണറായി വിജയനെ തന്നെ ആയിരിക്കുമോ CPM പ്രതിപക്ഷ നേതാവായി തീരുമാനിക്കുക എന്നുറപ്പില്ല. പക്ഷേ അതിന് പല കാര്യങ്ങളുണ്ട്. കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു നേതാവ് തോറ്റു പരാജയപ്പെട്ട് ഇറങ്ങിപ്പോയി എന്ന് രേഖപ്പെടുത്താൻ അങ്ങനെ ഒരു എക്സിറ്റ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടി ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലാണെങ്കിൽ ഞാനില്ല, മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണെങ്കിൽ ഞാൻ ഇരിക്കാം എന്ന് പറഞ്ഞാൽ ഭരണഘടനാ പദവികളോടുള്ള ഒരുതരം വിവേചന സമീപനം അതെടുക്കുന്ന ആളായിട്ട് സ്വയം രേഖപ്പെടുത്താനും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടാവില്ല. മൂന്നാമത്തെ ഘടകം എന്ന് ചോദിച്ചാൽ, പിണറായി വിജയൻ തന്നെ പാർട്ടിയിലെ അധികാര കേന്ദ്രമായിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ഉപജാപക സംഘം അതിനകത്തുണ്ട്. കാരണം അവരുടെ പവർ താല്പര്യങ്ങളും അവരുടെ സവിശേഷ താല്പര്യങ്ങളും നടപ്പിലാകുന്നതിന് അതേ പിണറായി വിജയൻ തന്നെ അവശേഷിക്കുന്ന പാർട്ടിയിലും നേതാവായിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ പിണറായി വിജയൻ തന്നെ നേതൃപദവിയിൽ തുടരണം എന്ന് പറയുന്ന നെഗറ്റീവ് നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് CPI കാണുന്നുണ്ട്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് CPI കൊടുക്കുന്ന സന്ദേശം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പിണറായി വിജയൻ്റെ ഏകപക്ഷീയ നിലപാടുകളാണ് തോൽപ്പിച്ചതെന്ന് CPI തന്നെ പറയുന്നുണ്ടല്ലോ. CPM-നകത്ത് അഭിപ്രായമുള്ളവരുണ്ട്. ഇന്നലെ വരെ എന്ന് വെച്ചാൽ മെയ് 4 വരെ CPM-നെ കുറിച്ച് അത് പറയാതിരുന്ന പല ആളുകളും ഏകപക്ഷീയ നിലപാടുകൾ, സമഗ്രാധിപത്യ നിലപാടുകൾ വലിയ തിരിച്ചടിക്ക് കാരണമായി, അതിൽ പിണറായി വിജയൻ്റെ ഇടപെടലുകൾ പ്രധാനമായിരുന്നു, അദ്ദേഹം പാർട്ടിയെ വകവെച്ചില്ല എന്ന വിമർശനം വളരെ സജീവമായുള്ള വിമർശനമാണ്, സാധുവായ വിമർശനമാണ്. അപ്പോൾ ആ പിണറായി വിജയനെ തന്നെ പ്രതിപക്ഷ നേതാവായി അവതരിപ്പിച്ചാൽ അദ്ദേഹം ഉയർത്തുന്ന വിമർശനങ്ങളുണ്ടല്ലോ സർക്കാരിനെതിരെ, അദ്ദേഹം പറയുന്ന സംഗതികൾ, ഉയർത്തുന്ന വിമർശനങ്ങൾ എന്നിവയ്ക്ക് എന്തുമാത്രം വാല്യൂ ചെയ്യപ്പെടുന്നൊരു പ്രശ്നമുണ്ട് സഭയ്ക്കകത്ത്. രണ്ടാമത്തേത്, ഇതിനെ മൊത്തം ഉയർത്തിക്കൊണ്ടുവരുന്ന അദ്ദേഹം നല്ല പ്രായമായ മനുഷ്യന് 102 പേരുള്ള യുവാക്കളുടെ ഒരു നിരയെ ആക്രമിക്കാനുള്ള ശേഷിയുടെ പ്രശ്നം ഉണ്ടാവും. പുറത്തും അദ്ദേഹത്തിന് ആക്റ്റീവായിട്ട് കേരളം മുഴുവൻ നടക്കണം, പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുക, പ്രതിപക്ഷത്തെ വീണ്ടും ശാക്തീകരിക്കാവുന്ന ചെറിയ പരിപാടിയല്ലോ. സോ പിണറായി വിജയൻ അല്ല മികച്ച ഓപ്ഷൻ എന്നാണ് ഈ പറയുന്നതിൻ്റെ സൂചന എനിക്ക് തോന്നുന്നു. അതിനകത്തവിടെ പല പേരുകളുണ്ട്, KN ബാലഗോപാലിൻ്റെ പോലുള്ള പേരുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് CPM-നെ കുറച്ചുകൂടി റീത്തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു തന്ത്രപരമായ മൂവ് CPI നടത്തുന്നു എന്ന് വേണം വിചാരിക്കാൻ. അതിൽ പക്ഷേ CPM എന്ന് തീരുമാനമെടുക്കും. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് പിണറായി വിജയൻ്റെ സ്വയം അവസാനിച്ചിട്ടില്ലാന്ന് കേട്ടോ. സെക്രട്ടേറിയറ്റിൽ വലിയ വിമർശനം ഉയർന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോഴും പിണറായി വിജയൻ എന്ന അന്തിമ വാക്ക് CPM-ൽ അവസാനിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അവസാനിക്കുമായിരിക്കും, പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടൈം. നൗഫൽ, പ്രതിപക്ഷ ഉപനേതാവ് വേണമെന്ന CPI ആവശ്യത്തിന് മുന്നിൽ CPM-ഉം പിണറായിയും വഴങ്ങുമോ? അല്ല, ഇപ്പോൾ ഈ 35 അംഗ LDF ആണല്ലോ, പ്രതിപക്ഷമാണല്ലോ. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു തലയെടുപ്പുള്ള നേതാവായിരിക്കും പ്രസിഡന്റ്. പക്ഷേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനൊന്നും വലിയ കഴിവൊന്നും ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹം തലയെടുപ്പും അതോടൊപ്പം തന്നെ
ജനകീയതയും ഒക്കെ ഉണ്ടാവും. പക്ഷേ അപ്പോൾ എന്ത് ചെയ്യും? ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ വെക്കും. അതേ അവസ്ഥ നിയമസഭയിൽ ഉണ്ടാവും പ്രതിപക്ഷത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയാലും ഈ പറയുന്ന പോലെയുള്ള പ്രതിപക്ഷ നേതാവായിട്ട് ഒരു വർക്കിംഗ് പ്രതിപക്ഷ നേതാവ് വേണ്ടി വരും. അതിനൊരു പ്രതിപക്ഷ ഉപനേതാവ് വേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല, പിണറായി വിജയനാണെങ്കിൽ. അപ്പം നമുക്ക് ഈ പ്രതിപക്ഷത്തുള്ള അംഗങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്കൊരു കാര്യം, ആരെ പ്രതിപക്ഷ നേതാവാക്കും എന്ന് നമ്മൾ കുറേ ആലോചിച്ച് കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ഒരാൾ രാജനാണ്, CPIയുടെ രാജനാണ്. അപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാൻ കൊള്ളാം എന്നുള്ള അഭിപ്രായം ജനങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ LDFനെ സ്നേഹിക്കുന്നവർക്കുണ്ട്. അപ്പം അദ്ദേഹം പ്രതിപക്ഷ അദ്ദേഹം CPM അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കുകയുമില്ല. അപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ ഉപനേതാവായി കഴിഞ്ഞാൽ അത് LDFന് നല്ലതാണ്, ഇതിലൊരു തർക്കവുമില്ല. അപ്പോൾ CPIയുടെ ആവശ്യം അംഗീകരിച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ CPM അത് എത്രത്തോളം അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നേരത്തെ അജിം സൂചിപ്പിച്ച പോലെ നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ ഉപനേതാവായിട്ടുണ്ട്. അന്ന് VS, തലയെടുപ്പുള്ള VS അന്ന് പ്രതിപക്ഷ നേതാവാണ്. അപ്പം ഈ പറയുന്ന വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ പോലെ ഈ വർക്ക് ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് മതികെട്ടാൻ മല പോലെയുള്ള മലകൾ കയറി ഇറങ്ങേണ്ടി വരും, അങ്ങനെ പ്രശ്നങ്ങളുള്ളിടത്തൊക്കെ കയറി ചെല്ലേണ്ടി വരും. അങ്ങനെ CPIയുടെ രാജൻ അങ്ങനെ ചെല്ലുകയും അത് CPMന് ഗുണമില്ലാതായി മാറുകയും ചെയ്യുന്നൊരു പ്രശ്നമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെ തീരുമാനത്തിൽ അതാ പറഞ്ഞത്, പിണറായിക്ക് പോകാൻ കഴിയില്ല. പിണറായിയുടെ ആരോഗ്യം അദ്ദേഹത്തിന് അനുവദിക്കുന്നില്ല, പ്രായം അദ്ദേഹത്തിന് അനുവദിക്കുന്നില്ല. പിണറായി അങ്ങനെ ഈ കാലത്ത് അദ്ദേഹം അങ്ങനെ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം ഉപനേതാവിനെ ഏൽപ്പിക്കണം, വർക്കിംഗ് പ്രസിഡന്റിനെ ഏൽപ്പിക്കണം. അപ്പം ആ അവസ്ഥ പിണറായി പ്രതിപക്ഷ നേതാവാകും എന്ന് കരുതുന്നവരുണ്ടോ? ആവും ഞാൻ വിചാരിക്കുന്നു. കാരണം അദ്ദേഹം തോറ്റോടി പോയി എന്ന് രേഖപ്പെടുത്തി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഒരു വർഷമെങ്കിലും അദ്ദേഹം പ്രതിപക്ഷമായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം തന്നെ ഇപ്പോഴും പവർ ചെയറിൽ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വലിയ ഒരു ഗ്രൂപ്പ് അതിനകത്തുണ്ട്. വലിയ ഗ്രൂപ്പ് എന്ന് ഞാൻ പറയില്ല, ഒരു ഗ്രൂപ്പുണ്ട്. അവരതിനു വേണ്ടിയുള്ള പരിപാടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പോൾ കെ രാജനെ പോലെയുള്ള നല്ല കഴിവുള്ള, ശേഷിയുള്ള, സംസാരിക്കാൻ കെൽപ്പുള്ള ആളുകൾ CPIക്കകത്തുണ്ട്. അങ്ങനെയെങ്കിൽ CPIക്കൊരു പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന അണികൾക്കുണ്ടാകും. പക്ഷേ CPM നേതൃത്വം സമ്മതിക്കുമോ എന്ന് കാത്തിരുന്നു.